അഡ്ലൈഡും ഡേ നൈറ്റും പിങ്ക് ബോളും ഇത് മൂന്നും ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ശുഭകരമായ സംഭവങ്ങളല്ല. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒരു വലിയ പരാജയത്തെ തുറിച്ചു നോക്കുകയാണ്. രണ്ടാം ടെസ്റ്റ് ഡേ നൈറ്റ് ആണ്, അത് പിങ്ക് ബോളിലാണ് കളിക്കുന്നത്. ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ വെറും 180 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 337 റൺസാണ് എടുത്തത്. അതായത് 157 റൺസിന്റെ മികച്ച ലീഡ് ഓസ്ട്രേലിയ നേടി. 157 റൺസിന്റെ ആദ്യ ഇന്നിങ്സ് കടവുമായി രണ്ടാം ഇന്നിങ്സിനിറങ്ങിയ ഇന്ത്യക്ക് അവിടെയും കാര്യങ്ങൾ അത്ര ശുഭകരമായില്ല. രണ്ടാം ദിനത്തിലെ കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ 5 മുൻനിര ബാറ്റ്സ്മാൻമാർ കൂടാരം കയറിയിട്ടുണ്ട്. സ്കോർ ബോർഡിൽ എത്തിയത് 128 റൺസ് മാത്രമാണ്. ഓസ്ട്രേലിയയുടെ ലീഡ് മറികടക്കാൻ ഇനിയും ഇന്ത്യക്ക് 30 റൺസ് കൂടി വേണം. ക്രീസിൽ നിൽക്കുന്നത് 28 റൺസോടെ ഋഷഭ് പന്തും 15 റൺസോടെ നിതീഷ് കുമാർ റെഡ്ഡിയുമാണ്. ക്രിക്കറ്റിൽ എന്ത് സംഭവിക്കാം? അനിശ്ചിതത്വത്തിന്റെ കളിയാണ് ക്രിക്കറ്റ്, പ്രവചനാതീതമാണ്. നാളെ ഇപ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ ഇന്ത്യ വിജയത്തിലേക്ക് പോയേക്കാം. പക്ഷേ എങ്കിലും നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഒരു ദയനീയമായ പരാജയം ഇന്ത്യയെ തുറിച്ചു നോക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നാളെ ആദ്യ മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും മികച്ച ബൗൺസും സ്വിങ്ങും ഒക്കെ ലഭിക്കും. പിങ്ക് ബോൾ ആകുമ്പോൾ റെഡ് ബോളിനേക്കാൾ കൂടുതലാണ് അതിൻ്റെ സ്വിങ്ങും ഒക്കെ ഉണ്ടാവുക. ആ മണിക്കൂറുകൾ, ആദ്യത്തെ 1-2 മണിക്കൂറുകളിൽ ഈ പറയുന്ന ഋഷഭ് പന്തിനും നിതീഷ് കുമാർ റെഡ്ഡിക്കും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ഭാവി. അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയുടെ ബാറ്റിംഗ് അവിടെ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ അവസാനത്തെ അംഗീകൃത ബാറ്റിംഗ് ജോഡിയാണ് ഇപ്പോൾ ക്രീസിലുള്ളത് എന്നതാണ് ഏറെ ദുഃഖകരമായ ഒരു കാര്യം. രണ്ടാം ഇന്നിങ്സിലും ഇന്ത്യക്ക് മികച്ച ഒരു തുടക്കം നൽകാൻ ഓപ്പണർമാർക്ക് കഴിഞ്ഞില്ല. KL രാഹുൽ ആദ്യ ഇന്നിങ്സിൽ ഭേദപ്പെട്ട ഒരു പ്രകടനം നടത്തി 37 റൺസ് എടുത്തെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹം 7 റൺസ് എടുത്ത് ആദ്യം തന്നെ പുറത്തായി. ജയ്സ്വാൾ ആദ്യ ഇന്നിങ്സിൽ ഗോൾഡൻ ഡക്കായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം 24 റൺസ് എടുത്തു. മൂന്നാമനെത്തിയ ശുഭ്മാൻ ഗില്ലും നല്ല കോൺഫിഡൻറ്റോടു കൂടിയാണ് ബാറ്റിംഗ് തുടങ്ങിയത്. പക്ഷേ അധികം നീണ്ടു നിന്നില്ല. 28 റൺസ് എടുത്ത ഗില്ലിനെ മിച്ചൽ സ്റ്റാർക്ക് മനോഹരമായൊരു പന്തിൽ ക്ലീൻ ബൗൾ ചെയ്യുകയായിരുന്നു. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നത് വിരാട് കോഹ്ലിയാണ്. കാരണം ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന താരമാണ്. ഏറെ നാളിന് ശേഷം അദ്ദേഹം സെഞ്ചുറി നേടി ഫോമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഇന്ത്യക്ക് വലിയ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെസ്റ്റിന്റെ 2 ഇന്നിങ്സിലും കോഹ്ലിക്ക് മികവ് പ്രകടിപ്പിക്കാനായില്ല. രണ്ടാം ഇന്നിങ്സിലും കോഹ്ലി പരാജയപ്പെട്ടു. പതിവുപോലെ നായകൻ രോഹിത് ശർമ്മയും അധിക സമയമൊന്നും ക്രീസിൽ ചെലവഴിച്ചില്ല. വെറും 6 റൺസ് എടുത്ത് രോഹിത് ശർമ്മയും മടങ്ങി. അങ്ങനെ ഉത്തരവാദിത്വം മറന്ന ബാറ്റ്സ്മാൻമാർ ഇന്ത്യയെ വലിയ ഒരു ചതിക്കുഴിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് എന്ത് കാണിക്കാൻ കഴിയും എന്നത് മാത്രമാണ് ഉയരുന്ന ചോദ്യം. ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തുടക്കത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഒരു വിക്കറ്റിന് 86 റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ രണ്ടാം ദിനത്തിൽ തങ്ങളുടെ ബാറ്റിംഗ് പുനരാരംഭിച്ചത്. എന്നാൽ തുടക്കത്തിൽ തന്നെ ഓപ്പണർ നാഥൻ മക്സ്വെയിനെയും അപകടകാരിയായ അവരുടെ ഏറ്റവും വിശ്വസ്തനായ സ്റ്റീവ് സ്മിത്തിനെയും പുറത്താക്കിക്കൊണ്ട് ബുംറ ഇന്ത്യക്ക് നല്ലൊരു മേൽക്കൈ നൽകുന്നുണ്ട്. 3-ന് 103 എന്ന നിലയിലേക്ക് അവർ വരുന്നു. എന്നാൽ പിന്നീട് ലബൂഷൈനും ട്രാവിസ് ഹെഡും ചേർന്നു മികച്ച ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നു. ലബൂഷൈനെ പുറത്താക്കിയെങ്കിലും അപ്പോഴേക്കും അവിടെ മറുവശത്ത് ഏകദിന ശൈലിയിൽ അടിച്ച് തകർക്കുകയായിരുന്ന ട്രാവിസ് ഹെഡ് ഇന്ത്യയുടെ ആത്മവിശ്വാസം മുഴുവൻ കളഞ്ഞു. ഇന്ത്യൻ ബോളർമാരുടെ ആത്മവീര്യം മൊത്തം തകർത്തെറിഞ്ഞു. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവര് ട്രാവിസ് ഹെഡിന് പിന്തുണ കൊടുത്തു. ട്രാവിസ് ഹെഡാണ് കൂടുതലും സ്കോർ ചെയ്തത്. 141 പന്തിൽ 140 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. ഇന്ത്യക്കെതിരെ എന്നും മികച്ച പ്രകടനം നടത്തുന്ന ഒരു താരമാണ് ട്രാവിസ് ഹെഡ്. നമുക്കറിയാം, കഴിഞ്ഞ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിലും ഓസ്ട്രേലിയയുടെ എല്ലാ ബാറ്റ്സ്മാൻമാരും പരാജയപ്പെട്ടപ്പോൾ ട്രാവിസ് ഹെഡ് അവിടെ ഏകദിന ശൈലിയിൽ തന്നെ അടിച്ചു തകർത്ത് 89 റൺസ് എടുത്തു. അപ്പോൾ എന്നും ഇന്ത്യക്ക് ഒരു തലവേദനയായിട്ട് മാറുന്ന താരമാണ് ഹെഡ്. ആ ഹെഡ് തന്നെയാണ് ഇവിടെയും അഡ്ലൈഡിലും ഇന്ത്യക്ക് പണി കൊടുത്തത്. ട്രാവിസ് ഹെഡിന്റെ മികച്ച ബാറ്റിംഗ് കരുത്തിൽ ഓസ്ട്രേലിയ 337 റൺസ് എടുത്ത് 157 റൺസിന്റെ വളരെ മികച്ച ഒരു ലീഡാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അതാണ് ഈ മത്സരത്തിൽ നിർണായകമായിരിക്കുന്നതും. ആദ്യ ടെസ്റ്റിൽ പെർത്തിൽ 295 റൺസിന്റെ പടുകൂറ്റൻ വിജയം നേടിയ ഒരു ടീമാണ് എന്നുകൂടി ഓർക്കണം. സ്ഥിരം നായകൻ രോഹിത് ശർമ്മ ടീമിലേക്ക് മടങ്ങിയെത്തി. 3-ാം നമ്പറിൽ ഗില്ല് തിരിച്ചെത്തി. അത്തരം ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യക്ക് അതൊന്നും മുതലാക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ആദ്യ ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ നയിച്ചത്. രോഹിത് ശർമ്മ സ്വന്തം നാട്ടിൽ ന്യൂസിലൻഡിനെതിരെ പരമ്പര 3-0 അടിയറ വെച്ച് നാണം കെട്ടിരിക്കുകയാണ്. രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹം നായകസ്ഥാനത്തേക്ക് മടങ്ങിയെത്തി. ഓപ്പണിംഗ് സ്ഥാനം അദ്ദേഹം
KL രാഹുലിന് വേണ്ടി ത്യജിച്ചു. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അദ്ദേഹം നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന് ടീമിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യാൻ ഇത്തവണയും കഴിഞ്ഞില്ല. നാട്ടിൽ നടന്ന പരമ്പരയിലും സമാനമായ സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ടെസ്റ്റിൽ പരാജയമാണ്. ഇപ്പോൾ ഈ ടെസ്റ്റ് കൂടി തോറ്റാൽ അദ്ദേഹത്തിന്റെ നായകത്വത്തെ സംബന്ധിച്ചും നായക മികവിനെ കുറിച്ചും ചില ചോദ്യങ്ങൾ ഉയരും. നേരത്തെ തന്നെ ഈ പരമ്പര തുടങ്ങുന്നതിന് മുൻപ് തന്നെ സുനിൽ ഗവാസ്കറിനെ പോലുള്ള പല താരങ്ങളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ആദ്യ ടെസ്റ്റ് എന്തായാലും രോഹിത് ശർമ്മ ഉണ്ടാകില്ല, അപ്പോൾ ബുംറ ആയിരിക്കും നയിക്കുക എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അവരൊക്കെ ചൂണ്ടിക്കാട്ടിയത് അത്തരത്തിൽ ആദ്യ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചാൽ, ബുംറയുടെ നായകത്വത്തിന് കീഴിൽ ഇന്ത്യ ജയിച്ചാൽ പിന്നീട് നായകനെ മാറ്റാൻ നിൽക്കരുത്, രോഹിത് ശർമ്മ വന്ന് ബുംറയ്ക്ക് കീഴിൽ കളിക്കട്ടെ, അതായിരിക്കും ഇന്ത്യക്ക് നല്ലത്, കൂടുതൽ ആത്മവിശ്വാസത്തിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയും. രോഹിത് ശർമ്മ രണ്ടാം ടെസ്റ്റിൽ വീണ്ടും ക്യാപ്റ്റനായിട്ട് വന്ന് ഇന്ത്യ തോറ്റാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം പല മുൻ താരങ്ങളും ചോദിച്ചിരുന്നു. സത്യത്തിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബുംറയുടെ നായകത്വത്തിൽ തന്നെ ഇന്ത്യ മുന്നോട്ട് പോവുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന ഒരു തോന്നലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ മികച്ച ഒരു പ്രകടനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമായിരുന്നു എന്നും കരുതുന്നവർ ചെറുതല്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ രണ്ടാം ടെസ്റ്റിൽ പതിവ് പോലെ 2020 അഡലേഡിൽ എന്താണ് സംഭവിച്ചത്, അതേപോലെ ഒരു തോൽവി ഇന്ത്യയെ തുറിച്ചു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.